Hi all, welcome to UGC Net Academy. Today is day 5 of Unit 1 and നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാഫിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗനൈസിംഗ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമ്മൾ എന്താണ് ആദ്യം തന്നെ നമ്മൾ PYQ സെക്ഷനിലോട്ട് പോവാണ്. യൂണിറ്റ് 1 നമ്മുടെ ഓർഗനൈസിങ്ങിൻ്റെ PYQ സെക്ഷനിലോട്ട് പോവാണ്. സോ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിങ് അല്ലേ? സോ നമുക്ക് തന്നിരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? എ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ്, അസൈനിങ്, ഡെലിഗേറ്റിംഗ്. ബി ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ്, ഗ്രൂപ്പിംഗ്, അസൈനിങ്, ഡെലിഗേറ്റിംഗ്, എസ്റ്റാബ്ലിഷിംഗ്, റിലേഷൻഷിപ്പ്, കോർഡിനേറ്റിംഗ്. സി അസൈനിങ്, ഐഡന്റിഫൈങ്, ഗ്രൂപ്പിംഗ്, കോർഡിനേറ്റിംഗ്. ഓക്കെ, ഇനി പോവാണ്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് നമുക്കറിയാം ഓർഗനൈസിങ്ങിൽ നമ്മുടെ സ്റ്റെപ്സ് എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആദ്യം എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ് അതെന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റീസ് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ആ പ്ലാൻ ചെയ്ത് വെച്ചതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള എന്താണ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ആക്ടിവിറ്റീസിനെ എന്താണ് ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ് അല്ലേ? ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് ഡ്യൂട്ടീസും കാര്യങ്ങളും എന്താണ് എംപ്ലോയീസിന് കാര്യങ്ങൾ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, കോർഡിനേറ്റ് ചെയ്യുന്നു അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഓർഗനൈസിങ്ങിൻ്റെ സീക്വൻസ് ആയിട്ട് പറഞ്ഞത് അല്ലേ? ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഫ്ലോ പറഞ്ഞത്. അത് രണ്ടാമത്തേന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ വർക്ക് ഇൻ ടു. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് അല്ലേ വർക്ക് എടുത്തിരിക്കുന്നത്. സോ ആൻസർ എന്താണ്? സി ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് ദാറ്റ് ആൻ എംപ്ലോയി റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ? ഏത് പ്രിൻസിപ്പിളിലാണ് നമ്മൾ പറയുന്നത് ഒരു എംപ്ലോയി നമ്മൾ ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം എന്താണ് ഓർഡർ റിസീവ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, അതിനെ പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ ജനറലി ലെറ്റ്സ് ടു നമുക്ക് കുറേ ഓപ്ഷൻസ് വന്നിട്ടുള്ള എന്തായിരുന്നു? ബെറ്റർ കോർഡിനേഷൻ, ഹയർ കോസ്റ്റ്, ലെസ് എഫക്റ്റീവ് സൂപ്പർവിഷൻ, ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. ഒരു വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ വരുമ്പോൾ അല്ലേ, വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അല്ലേ? നമ്മൾ സബോർഡിനേറ്റ്സ് ഇൻ വിച്ച് ആൻ എംപ്ലോയി ക്യാൻ, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിക്ക് ആ ഒരു മാനേജറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നാരോ സ്പാനും വൈഡ് സ്പാനും പഠിച്ചു അല്ലേ? ഈ വൈഡ് സ്പാൻ വരുമ്പോൾ എന്താണ് നമ്മളെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ലെസ് എഫക്റ്റീവ് സൂപ്പർവൈഷൻ. നമുക്ക് സൂപ്പർവൈസ് ആ പറയുന്ന മാനേജറോ ആരാണെങ്കിലും അയാൾക്ക് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് എഫക്റ്റീവ്ലി നമുക്ക് ആൾക്കാർ കൂടുമ്പോൾ നമുക്ക് മേ ബി സൂപ്പർവൈസ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഗ്രൂപ്പ്സ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷനെ ബേസ് ചെയ്ത് നമ്മൾ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് എന്താണ്? ഓഫ് കോഴ്സ് എന്താണ്, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണെന്ന് അതിനെ പറയുന്നത്. ഓക്കെ, ലൈൻ അതോറിറ്റി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈൻ അതോറിറ്റി വേർട്ടിക്കലി ആണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? ഫ്രം ടോപ്പ് ടു ലോവർ ലെവൽ, ടോപ്പ് ടു ബോട്ടം വരെ എന്താണ് അത് വേർട്ടിക്കലി ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഇസ് ടോപ്പ് ടു ഡൗൺവേർഡ്സ്. ഏതെന്ന് പറയുന്ന ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മീൻസ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, delegation of authority means transfer of responsibility, transfer of authority, transfer of both authority and responsibility, transfer of accountability. Delegate ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ബോത്ത് എന്താണ് ഡെലിഗേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതോറിറ്റി, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ? സോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ആണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ബോത്ത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ആണ്. റൈറ്റ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പിന്നെ എട്ടാമത്തെ ചോദ്യം എന്താണ്, അക്കൗണ്ടബിലിറ്റി ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പം ഈ ഒരു സിംഗിൾ വേർഡിൽ നമ്മൾ എന്താണ് ആൻസറബിൾ.
അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് വി ആർ ആൻസബിൾ ടു ദാറ്റ്, വി ഹാവ് ബോത്ത് എന്താണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ അല്ലേ. സോ അത് നോട്ട് ചെയ്യുക. അക്കൗണ്ടബിലിറ്റി ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. 9 എന്ന് പറയുന്നത് 5ാമത്തെ ചോദ്യം എന്താണ്? സെൻട്രലൈസേഷൻ ഇസ് നമുക്ക് എന്താണ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് വന്നേക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ലോവർ ലെവൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻലി ഫോക്കസ് ഓൺ ദ ടോപ്പ് അതോറിറ്റി, ദേ ആർ ദ വൺസ് ഹു ആർ ടേക്കിംഗ് ദ ഡിസിഷൻസ്. എല്ലാ കൺട്രോളും അവരുടെ കയ്യിലായിരിക്കും വരുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ അതിൽ നിന്ന് ഏതാണ് വരുന്നത്? 9 ബി ആണ് ഉത്തരം വരുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ലെവൽ അല്ലേ. ടോപ്പ് ലെവൽസ് ആയിരിക്കും ഈ പറയുന്ന ഇത് ഡിസൈഡ് ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഹാസ് ഓൺലി വൺ ബോസ് ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ? അത് ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ചാണ്. ലൈൻ ഓർഗനൈസേഷനിലാണ് വൺ ബോസ് ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ബിക്കോസ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ചെയിൻ ഓഫ് കമാൻഡ്. അത് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് അതിൽ സ്ട്രെയിറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓൺലി വൺ ബോസ് ആൻഡ് അവിടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ, അതാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 11th ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓർഗനൈസേഷൻ 11th ക്വസ്റ്റ്യൻ എന്താണ്? ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ. നമുക്ക് എന്തൊക്കെ ഓപ്ഷനാണ് തന്നേക്കുന്നത്? സ്മാൾ ഓർഗനൈസേഷൻ, ലാർജ് ആൻഡ് സ്റ്റേബിൾ ഓർഗനൈസേഷൻ, സ്റ്റാർട്ടപ്പ്, പ്രോജക്ട് ബേസ്ഡ് ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പം നമ്മൾ ഇറ്റ് ഇസ് മെയിൻലി ഫോർ ലാർജ് ആൻഡ് സ്റ്റേബിൾ ഓർഗനൈസേഷനാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ വരുന്നത്. കാരണം അതിലെന്താണ് നമ്മൾ പറയാം ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് ആൻഡ് സ്റ്റേബിൾ വെയർ സ്പെഷ്യലൈസേഷൻ എഫിഷ്യൻസീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ എന്താണ് നമ്മളത് അവരുടെ ഫങ്ഷൻ അനുസരിച്ച് നമ്മൾ തിരിക്കുന്നുണ്ട് അല്ലേ, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അത് ബേസ്ഡ് ഓൺ അവരുടെ സ്പെഷ്യലൈസേഷൻ ആണ്, അവരുടെ എഫിഷ്യൻസി ബേസ്ഡ് ആണ് അല്ലേ. ഇതെല്ലാം നമ്മൾ ഇത് ബേസിക്കലി എന്താണ് ലാർജ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ലാർജ് ആൻഡ് സ്റ്റേബിൾ ഓർഗനൈസേഷൻസാണ് ഇത് മെയിൻലി സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക, ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടി ഏതിലാണ് സ്യൂട്ടബിൾ ആവുന്നത്? ലാർജ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അല്ലേ. പിന്നെയെന്ന് പറയുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇസ് ബേസ്ഡ് ഓൺ. നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻസ് വന്നേക്കുന്നത്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്, ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ തന്നിട്ടുണ്ട്, കോപ്പറേറ്റീവ് ആൻഡ് എക്സ്പെർട്ടൈസ്, ലൈൻ അതോറിറ്റി ആൻഡ് സ്റ്റാഫ് അതോറിറ്റി. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ എന്താണ്? ലൈൻ അതോറിറ്റിയും ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റിയാണ്. രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ്. കാരണം എന്തെന്ന് പറയുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അതിൽ രണ്ട് മെറിറ്റ്സ് ഉണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്ന അതോറിറ്റി എന്താണ് ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്, അതാണ് അതോറിറ്റി അതിൽ ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. ലൈൻ അതോറിറ്റി ഓർഡേഴ്സ് നൽകുന്നുണ്ട്. സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവർ അഡ്വൈസ് നൽകുന്നുണ്ട് അല്ലേ. സ്റ്റാഫ് അതോറിറ്റി എന്ന് പറയുന്നത് അവർ അഡ്വൈസും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് അല്ലേ. സോ അതിനെ രണ്ടിനെയും എന്താണ് ബേസാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 13th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഇൻ എ മെട്രിക്സ് ഓർഗനൈസേഷൻ എംപ്ലോയി റിപ്പോർട്ട്സ് ഫോർ. മെട്രിക്സ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു ഒരു ഡ്യുവൽ റിപ്പോർട്ടിംഗ് ആണ് അത് വരുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മെട്രിക് ഓർഗനൈസേഷൻ 1 boss, 2 bosses, many boss, no boss. മെട്രിക് ഓർഗനൈസേഷൻ എന്താണ് 2 bosses ആണല്ലേ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ് ഇൻ മെട്രിക്സ് ഓർഗനൈസേഷൻ എംപ്ലോയി ഹാസ് 2 bosses. അതെന്തൊക്കെയാണ്? ഫങ്ഷണൽ ആൻഡ് പ്രോജക്ട് മാനേജർ അല്ലേ. ഫങ്ഷണൽ മാനേജറും കാണും, പ്രോജക്ട് മാനേജർ ആണ്, ഡ്യുവലാണ്. സോ അത് നോട്ട് ചെയ്യാം. മെട്രിക്സ് ഓർഗനൈസേഷനിൽ ഡ്യുവലാണ്, ഫങ്ഷണലും പ്രോജക്ട് മാനേജറും കാണും അല്ലേ. അവരെ രണ്ടുപേരും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. 14th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സ്ട്രക്ചർ ഇസ് ബെസ്റ്റ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് വിത്ത് ടെമ്പററി ടീംസ് എന്ന് പറയുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി ആണല്ലേ. അത് ബേസിക്കലി എന്തിലാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രോജക്റ്റ് അല്ലേ. നമ്മുടെ ഓപ്ഷൻ എന്താണ്? 14th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഫങ്ഷണൽ ഉണ്ട്, ലൈൻ ഉണ്ട്, പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, ഡി ഉണ്ട്. ഡി എന്താണ്? ജോഗ്രഫിക്കലുണ്ട്. നമ്മൾ അറിയാവുന്നത് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോജക്റ്റ് കഴിയുമ്പോൾ എന്താണ് ആ ടീം അവിടെ തീരുകയാണ് അല്ലേ. പ്രോജക്റ്റ് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ടെമ്പററി ഇതെന്ന് അവരുടെ എയിം എന്ന് പറയുന്നത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ അതവിടെ കഴിയുകയാണ്. സോ പ്രോജക്റ്റ് ഓർഗനൈസേഷൻ സ്പെസിഫിക് പ്രോജക്റ്റ് വിത്ത് ടെമ്പററി ടീംസിനെ ഫോക്കസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, 15th ചോദ്യം എന്തായിരുന്നു? ഇൻഫോർമൽ ഓർഗനൈസേഷൻ അറൈസസ് ഫ്രം. ഇൻഫോർമൽ നമ്മുടെ ഓപ്ഷൻസ് എന്തായിരുന്നു? ഫോർമൽ ഓർഗനൈസേഷൻ അറൈസ് ഫ്രം നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻ, പേഴ്സണൽ റിലേഷൻഷിപ്സ്,
ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, ഡെലിഗേഷൻ ആൻഡ് അതോറിറ്റി അല്ലേ. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഫോർമൽ ആണെങ്കിൽ നമുക്ക് എന്താ അത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, റൂൾസും റെഗുലേഷൻസും, ഓതർ, ഡെലിഗേഷൻ അതോറിറ്റി ഒക്കെ പറയാം. പക്ഷേ പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്നത് ഇൻഫോർമൽ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ബി ആണ് ഉത്തരം. 16th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്കാല ചെയിൻ റെഫേഴ്സ് ടു. സ്കാല ചെയിൻ എന്താണ്? ചെയിൻ ഓഫ് കമാൻഡ് ആണ് അല്ലേ. സോറി, സ്കാല ചെയിൻ എന്ന് പറയുമ്പോൾ ചെയിൻ ഓഫ് കമാൻഡ് അല്ല, ചെയിൻ ഓഫ് അതോറിറ്റി ആണ്. സ്കേലർ ചെയിൻ നമുക്ക് ചെയിൻ ഓഫ് കമാൻഡ് ഓപ്ഷൻ ഉണ്ട്, ചെയിൻ ഓഫ് സപ്ലൈ ഉണ്ട്, ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ചെയിൻ ഓഫ് അതോറിറ്റി ഉണ്ട് അല്ലേ. സോ 16th ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ചെയിൻ ഓഫ് എന്താണ്? അതോറിറ്റി ആണ്. ഫ്രം ടോപ്പ് ടു ബോട്ടം ഷോയിങ് ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ചെയിൻ ഓഫ് അതോറിറ്റി എന്ന് സ്കേലർ ചെയിൻ എന്ന് പറയുമ്പം ടോപ്പ് ടു ബോട്ടം ലെവൽസ് ആണ്, അത് അതോറിറ്റി ലെവൽസ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതിനെ ചെയിൻ ഓഫ് എന്താണ്? ചെയിൻ ഓഫ് അതോറിറ്റി എന്നാണ് പറയുന്നത്. ചെയിൻ ഓഫ് സപ്ലൈ ലോജിസ്റ്റിക്സ് ആണ്. ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനലാണ് അല്ലേ. ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രോഡ് ടേം. ഓക്കെ, ഇത് നോട്ട് ചെയ്യാം. 17th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട്, ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആയിരുന്നു, പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, യൂണിറ്റ് ഓഫ് കമാൻഡ് ഉണ്ടായിരുന്നു, സ്കേലർ ചെയിൻ ഉണ്ടായിരുന്നു അല്ലേ. 17th ഉത്തരം എന്താണ്? ബി ആണ്, ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻസിൽ എന്താണ്? നമ്മുടെ ഫെയോൾസിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും പഠിച്ചാൽ യൂണിറ്റ് ഓഫ് കമാൻഡ്, ഡയറക്ഷൻസ്, ഡിവിഷൻ ഓഫ് വർക്ക്, സ്കേലർ ചെയിനും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് അതിലില്ല. സോ ഇറ്റ് ഇസ് നോട്ട് ആൻ പ്രിൻസിപ്പിൾ ഓഫ് ദ ഓർഗനൈസേഷൻസ് അല്ലേ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്ലാൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആണല്ലേ. 18th ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറബിൾ ആണ്, പ്ലാൻഡ് ആണ്, സിസ്റ്റം ഉണ്ട് അല്ലേ. സോ 19th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. 19th ക്വസ്റ്റ്യൻ ഡീസെൻട്രലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് അല്ലേ. ഇറ്റ് ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്, ഓവർ ബേർണിംഗ് ദ ടോപ്പ്, ഡിലേ ഇൻ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ്ഡ് കോസ്റ്റ്. ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്, ഓവർ ബേർണിംഗ് ദ ടോപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് അല്ലേ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഡിലേ ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്, ഇൻക്രീസ്ഡ് കോസ്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓപ്ഷൻ എ ആണ് ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത അതോറിറ്റി നമ്മളെ ടോപ്പ് അതോറിറ്റി ലോവർ ലെവൽസിന് നമ്മളിത് അവരുടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുകയാണല്ലോ, അല്ലെങ്കിൽ അതോറിറ്റി അസൈൻ ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് ടോപ്പ് അതോറിറ്റിയിൽ അവരുടെ പ്രഷറും കാര്യങ്ങളും അവിടെ കുറയുകയാണ്, അവരുടെ ലോഡ് അവിടെ കുറയും തോറും നമുക്ക് ഡിസിഷൻസും കാര്യങ്ങളും സ്പീഡ് ഓഫ് മോട്ടിവേഷൻസും വർക്ക് ലോഡ് ടോപ്പ് ലെവലിൻ്റെ വർക്ക് ലോഡും എല്ലാം അവിടെ കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ഫാസ്റ്റ് ഡിസിഷൻ മേക്കിങ്സിനും കാര്യത്തിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് ഡി എന്ന് പറയുന്നത് റോങ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ, നോട്ട് ചെയ്യുക. പിന്നെ ഓർഗനൈസിങ് ഈസ് കൺസേൺ വിത്ത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓർഗനൈസിങ് കൺസേൺഡ് വിത്ത് നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നേക്കുന്നത്? പീപ്പിൾ ഓൺലി, റിസോഴ്സസ് ആൻഡ് പീപ്പിൾ, മണി ആൻഡ് മെഷീൻ, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, റിസോഴ്സസ് ആൻഡ് പീപ്പിൾ. നമുക്ക് ഓർഗനൈസിങ് പീപ്പിൾ മാത്രമെന്ന് നമുക്ക് പറയത്തില്ല. നമ്മുടെ റിസോഴ്സസും കാര്യങ്ങളും മെഷീൻസും കാര്യങ്ങളും എല്ലാം എല്ലാം പീപ്പിളും റിസോഴ്സസ് നമുക്ക് മെഷീൻസ് കാര്യങ്ങൾ റിസോഴ്സായിട്ട് കൊടുക്കൂട്ടെ അല്ലേ. റിസോഴ്സസ് ആൻഡ് പീപ്പിളാണ് ഓർഗനൈസിങ് ഈസ് കൺസേൺ വിത്ത്. ഓക്കെ, നോട്ട് ചെയ്യുക, ഓപ്ഷൻ ബി ആണ്. സോ നെക്സ്റ്റ് നമ്മൾ സ്റ്റാഫിംഗ് യൂണിറ്റിലോട്ട് പോവാണ്. സോ ആദ്യം തന്നെ നമ്മൾ സ്റ്റാഫിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ മീനിങ്ങും കാര്യങ്ങളും പറയുകയാണ്. സ്റ്റാഫിംഗ് is a managerial function of obtaining, developing, utilizing, evaluating, maintaining an effective workforce to achieve organization goals. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എഫക്റ്റീവ് വർക്ക് ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളൊരു എഫക്റ്റീവ് വർക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു റൈറ്റ് പീപ്പിൾ, റൈറ്റ് ജോബ്, റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് പ്ലേസ് ഫോർ നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് റൈറ്റ് പീപ്പിൾ, റൈറ്റ് ജോബിൽ, റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, അതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മെയിൻലി കൺസേൺഡ് വിത്ത്
ഹ്യൂമൻ റിസോഴ്സസ് ഉള്ളി അല്ലേ, അത് പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, പീപ്പിളിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, നമ്മൾ മുന്നോട്ട് പറയുന്ന കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. സ്റ്റാഫിംഗ് ഈസ് എ പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, നോട്ട് ചെയ്യുക. ഓക്കെ, പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, ഇത് നോട്ട് ചെയ്യുക. റൈറ്റ് പേഴ്സൺ, റൈറ്റ് ജോബ്, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസിൽ കൊണ്ടുവരുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്, നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് പറയാണ് അല്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗിൽ എന്താണ് പറയുന്നത്? റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്, റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അല്ലേ. സ്റ്റാഫിംഗിൽ എന്താണ്, നമ്മൾ റൈറ്റ് പേഴ്സൺ റൈറ്റ് ജോബിൽ ചൂസ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. എൻഷുർ ബെസ്റ്റ് യൂസ് ഓഫ് ഹ്യൂമൻ ടാലൻസ് ആൻഡ് സ്കിൽ, റൈറ്റ് പേഴ്സണെ നമ്മൾ അതിന് ചൂസ് ചെയ്യണം അല്ലേ. എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്കൊരു വേക്കൻസിയും കാര്യങ്ങളും വരുന്നതെന്ന് വിചാരിക്കുക അല്ലേ. അതിൽ നമ്മൾ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ, ഇപ്പം HR ആണ് ഹയറിങ്ങും കാര്യങ്ങളും വരുന്നത്, HR ഒരാളെ ഹയർ ചെയ്യുമ്പം അയാൾക്ക് റൈറ്റ് സ്കില്ലും കാര്യങ്ങളും ഉണ്ടോ എന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ അയാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ ചൂസ് ചെയ്യുക. ബെറ്റർ രണ്ടെന്ന് പറയുന്നത് ബെറ്റർ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയിനെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ഓർഗനൈസേഷൻ ഔട്ട്പുട്ടും ഒരു ഇൻക്രീസ് ആവുകയാണ് അല്ലേ. ക്വാളിഫൈഡ് ഔട്ട്പുട്ടും കൊണ്ടുവരികയാണ്. മൂന്നെന്ന് പറയുന്നത് എംപ്ലോയി ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ഗ്രോത്ത് ത്രൂ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവർക്ക് അത് മാത്രമല്ല സ്റ്റാഫിലൂടെ എംപ്ലോയി ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്നു. കാരണം നമുക്ക് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അത് അവരുടെ കണ്ടിന്യൂസ് ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹയർ മോട്ടിവേഷൻ അല്ലേ. റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം ഇൻക്രീസ് സാറ്റിസ്ഫാക്ഷൻ എത്തിച്ച് നമ്മൾ റൈറ്റ് പേഴ്സൺ നമ്മളൊരാൾ റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്ത് അവർക്ക് കറക്റ്റായിട്ടുള്ള വർക്ക് അവർക്ക് കൊടുക്കുമ്പം അവർക്കൊരു മോട്ടിവേഷൻ അത് ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ. അവർക്കത് മീൻസ് അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള വർക്ക് കൊടുക്കുമ്പോൾ അവർക്കും അത് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പം ഫിനാൻസ് വർക്ക് ചെയ്യുന്ന ആളെ പിടിച്ച് നമ്മൾ അയാൾക്ക് സെയിൽസ് കൊടുക്കുമ്പോൾ അയാൾ സാറ്റിസ്ഫൈ ആവുമോ, അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ പ്രൊഡക്ടിവിറ്റി കിട്ടുമോ? ഇല്ല. ദാറ്റ് ഇസ് വാട്ട് reduces labor turnover. Proper selection and placement reduce dissatisfaction and attrition. എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോപ്പർ ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള പ്ലേസ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടി ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അല്ലേ. നമ്മളൊരു പ്രോപ്പർ രീതിയിൽ ഇപ്പോൾ അയാൾക്ക് അയാളുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള വർക്ക് കൊടുക്കുകയും നല്ലൊരു എൻവയൺമെൻറ്റും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല. അവരുടെ പെർഫോമൻസും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യും. So that is what it is called reduced labor turnover. Turnover എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേറൊരു സ്റ്റാഫിങ് നടത്താൻ ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിനി ഇപ്പം നമ്മളൊരാളെ സെലക്ട് ചെയ്തു അല്ലേ. സെലക്ട് ചെയ്തിട്ട് അയാൾ ഡിസാറ്റിസ്ഫാക്ഷൻ കാരണം അയാൾ പോവുകയാണ്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം നമ്മളൊരാളെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലോങ് ടേമിന് വേണ്ടിയിട്ടായിരിക്കണം സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ട് അയാൾ നിൽക്കുമ്പോൾ തന്നെ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. അതിപ്പം ജോബ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിരിക്കണമെങ്കിലും അയാൾക്ക് കൊടുത്തേക്കുന്ന പൊസിഷൻ റിലേറ്റഡ് ആണെങ്കിലും ടാസ്ക് റിലേറ്റഡ് ആണെങ്കിലും അയാളുടെ സ്കിൽസ് ബേസ്ഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതെന്ന് കാര്യം. സോ അവർക്കൊരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ അത് ക്രിയേറ്റ് ചെയ്യും. അതാണ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ഓക്കെ, ബെറ്റർ ഓർഗനൈസേഷണൽ പെർഫോമൻസ് അച്ചീവ്സ് ഓർഗനൈസേഷൻ. സോ നമ്മളൊരു കറക്റ്റായിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഓർഗനൈസേഷണൽ പെർഫോമൻസും ഇൻക്രീസ് ചെയ്യുകയാണല്ലേ. സക്സഷൻ പ്ലാനിങ് എൻഷുർസ് അവൈലബിലിറ്റി ഓഫ് കേപ്പബിൾ എംപ്ലോയീസ് ഫോർ ദ ഫ്യൂച്ചർ ലീഡർഷിപ്പ് റോൾസ്. അത് മാത്രമല്ല ഈ പറയുന്ന നമ്മളിപ്പോൾ കറണ്ട് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലേ, അത് അവരുടെ ഫ്യൂച്ചർ ലീഡർഷിപ്പ് റോൾസിലോട്ട് നമ്മളെ കേപ്പബിൾ ആക്കുക അല്ലേ. മുന്നോട്ട് അവർക്കും ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുക. ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് കൊടുക്കുക അല്ലേ. ദാറ്റ് ഈസ് വാട്ട് സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്യുക, എഫക്റ്റീവ് സ്റ്റാഫിങ്ങിൽ എന്താണ് വരുന്നത്? റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ ചൂസ് ചെയ്യുക. അത് നമുക്ക് ബെറ്റർ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നു. എംപ്ലോയി ഡെവലപ്മെൻറ്റ് കൊടുക്കുക. ഹയർ മോട്ടിവേഷൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യും. റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ഒക്കെ അല്ലേ. നമുക്ക് ഇനി വേറൊരു സ്റ്റാഫിനെ
അങ്ങനെ ഒരാൾ വന്ന് പോയി നിൽക്കുന്നത്, അതാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. സോ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സക്സഷൻ പ്ലാനിങ് കൊണ്ടുവരിക, പിന്നെന്താണ് ഫ്യൂച്ചർ ലീഡർഷിപ്പ് ഗ്രോത്ത്സിലോട്ട് കൊണ്ടുവരിക. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് നമ്മളെ പീപ്പിളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം റിസോഴ്സസ് വെച്ചിട്ട് അല്ലേ മാക്സിമം ഔട്ട്പുട്ട്, ലിമിറ്റഡ് വേസ്റ്റേജ് കൊണ്ടുവരിക അല്ലേ. ദാറ്റ് ഇസ് വാട്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ആൻഡ് ദീസ് ഓൾ വെച്ച് ബെറ്റർ ഓർഗനൈസേഷൻ. ഇതിലൂടെയൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. ജസ്റ്റ് ഈ റിയൽ കമ്പനി എക്സാമ്പിൾസും കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി PYQ ടിപ്പ് പറയുമ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് പീപ്പിൾ ഓറിയൻറ്റഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് കൺസേൺ വിത്ത് ഹ്യൂമൻ റിസോഴ്സിൽ മാത്രമാണ് ഇത് കൺസേൺ ആയി ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് അവൈലബിലിറ്റി ഓഫ് റൈറ്റ് പീപ്പിൾ, റൈറ്റ് ടൈം ആൻഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ്, റൈറ്റ് പൊസിഷൻ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ് ആണ് പറയുന്നത്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്ലാനിങ്. ഇത് പ്ലാനിങ്ങിൽ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എൻഡ്സ് വിത്ത് ഇതിൻ്റെ എൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് കോമ്പൻസേഷൻ ആണ്. ഓക്കെ, ഇനി മുന്നോട്ട് നമ്മളിത് പറയും. ഓക്കെ, സോ നമുക്ക് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുക അല്ലേ. ആസസ് ഫ്യൂച്ചർ HR നീഡ്സ് ആൻഡ് എൻഷുർ ദ റൈറ്റ് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പീപ്പിൾസ് അവൈലബിൾ എന്ന് പറയുമ്പോൾ, സോ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഇപ്പം HR ഉറപ്പ് വരുത്തണം അല്ലേ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം കറണ്ട് പൊസിഷൻ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് നോക്കുക. ഇപ്പം എല്ലാ വേക്കൻസിയിലും ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ ആരെങ്കിലും കുറവുണ്ടോ, ഇനി ആരെങ്കിലും വേണോ, ഇന്ന കാര്യങ്ങളെല്ലാം ഇനി ഫ്യൂച്ചറിൽ ആരെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള നമുക്ക് ഇനിയിപ്പോൾ പുതിയൊരു ഇൻറ്റേണിനെ വേണോ, ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ ഇൻറ്റേണിനെ നമ്മൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പൊസിഷനിൽ നമുക്കിപ്പോൾ ഫിനാൻസിന് വേണ്ടിയിട്ട് വേറൊരാളെ ആവശ്യമുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മളെ കറണ്ട് നീഡ്സ് കമ്പനിയുടെ കറണ്ട് നീഡ്സ് എന്താണോ എന്ന് വെച്ചാൽ അത് ആക്സസ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? HR-ൻ്റെ ഡ്യൂട്ടിയാണ്. സോ HR നോക്കണം. ഇപ്പോൾ കറണ്ട് ആരെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കുന്നത് HR-ൻ്റെ ഡ്യൂട്ടിയാണ്. ദാറ്റ് ഇസ് വാട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുക എന്ന് പറയും, പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ റിക്രൂട്ട്മെൻ്റ് ആണ് അല്ലേ. റിക്രൂട്ട്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പം അട്രാക്ട് എ പൂൾ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ടു അപ്ലൈ ഫോർ ദ ജോബ്സ്. റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്? നമ്മളിപ്പം പല രീതിയിൽ ഓൺ ദ ജോബ് റിക്രൂട്ട്മെൻറ്റും ഓഫ് ദ ജോബ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ മുന്നോട്ട് ഇപ്പം ഈ ക്ലാസ്സിൽ തന്നെ മുന്നോട്ടുള്ള ഇതിൽ പറയുന്നതാണ്. സോ റിക്രൂട്ട്മെൻറ്റ്